Welcome to SPCL Bonds. SPCL ബോണ്ടിന്റെ 8ാമത്തെ വീഡിയോയിൽ നമ്മൾ ദ സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്ററിലെ ഷോർട്ട്കി ഡിഫക്ട്, ഫ്രങ്കൽ ഡിഫക്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. കൂട്ടുകാർക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്ന് പോയിന്റ് ഡിഫക്ട്സിലെ 2ാമത്തെ കാറ്റഗറി നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിനെ കുറിച്ച് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ പോയിന്റ് ഡിഫക്റ്റ് 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. സോ പോയിന്റ് ഡിഫക്ട് ക്യാൻ ബി ഡിവൈഡ് ടു 3: സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്, നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട് ആൻഡ് ഇംപ്യൂരിറ്റി ഡിഫക്ട്സ്. അതിൽ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആണ് നമ്മൾ അന്ന് കണ്ടത്. ഇനി നമുക്ക് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സിനെ കുറിച്ച് നോക്കാം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ നോൺ സ്റ്റോഷിയോമെട്രി എന്നതിനെ കുറിച്ച് ഒരു ധാരണ വേണം. അതായത് മോളിക്കുലർ ഫോർമുല ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ക്രിസ്റ്റലിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത്. ചിലപ്പോൾ കാറ്റയോൺസിൻ്റെ എണ്ണത്തിൽ ചെറിയ വേരിയേഷൻസ് വരാം. ഒരു ഉദാഹരണം, 1000 ആനയോൺസിന് 1000 കാറ്റയോൺസ് ഉള്ള ഒരു ക്രിസ്റ്റലാണെന്ന് വിചാരിക്കുക. മോളിക്കുലർ ഫോർമുല 1:1 നിൽക്കുന്നത്. പക്ഷെ നമ്മൾ ക്രിസ്റ്റൽ അനലൈസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 1000:1000 എന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. അത്തരത്തിലുള്ള ക്രിസ്റ്റൽസ് ഉൾക്കൊള്ളുന്ന സോളിഡ്സിനെ നോൺ സ്റ്റോഷിയോമെട്രിക് സോളിഡ്സ് എന്ന് പറയും. ദർ ഈസ് ഇൻ സോളിഡ്സ് ദ റേഷ്യോ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് പ്രസന്റ് ഡിഫർ ഫ്രം ദാറ്റ് ഇൻഡിക്കേറ്റഡ് ബൈ ദർ കെമിക്കൽ ഫോർമുല. This is either due to the excess cations or by excess anions. In the crystal, sometimes excess anions may come or excess cations may come. അതായത് ക്രിസ്റ്റലിൽ ചിലപ്പോൾ കൂടുതൽ കാറ്റോൺസ് വരാം, ചിലപ്പോൾ കൂടുതൽ ആനിയോൺസ് ഉണ്ടാകാം. ഈ കാറ്റയോൺസ് കൂടുതൽ വരുന്നത് എന്തുകൊണ്ടായിരിക്കും? ഡ്യൂ ടു ആനിയോൺ വേക്കൻസി സംടൈംസ്, അല്ലേ? എക്സസ് കാറ്റയോൺ മേ ബി ഡ്യൂ ടു ആനിയോൺ വേക്കൻസി. അതുപോലെ എക്സസ് ആനിയോൺ എന്തുകൊണ്ടായിരിക്കാം? എക്സസ് ആനിയോൺ മേ ബി ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി. എക്സസ് ആനിയോൺ മേ ബി ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഓഫ് ദ ക്രിസ്റ്റൽ ഈസ് അറ്റൈൻഡ് ഐദർ ബൈ അറ്റൈനിങ് എക്സ്ട്രാ ഇലക്ട്രോൺസ് ഓർ എക്സ്ട്രാ പോസിറ്റീവ് ചാർജ് ഓൺ ദ കാറ്റയോൺസ്. ക്ലിയർ ആയോ? അതായത് ഇപ്പോൾ കാറ്റയോൺ പോകുന്ന സമയത്തോ ആനയോൺ പോകുന്ന സമയത്തോ ഒക്കെ എന്തുണ്ടാകാം? ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റിയിൽ വേരിയേഷൻ വരാം. അപ്പോൾ അത്തരത്തിൽ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റിയിൽ വേരിയേഷൻ വരാതെ ക്രിസ്റ്റൽ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഒന്നുകിൽ എക്സ്ട്രാ ഇലക്ട്രോൺസ് അറ്റൈൻ ചെയ്യപ്പെടും, അല്ലെങ്കിൽ കാറ്റയോണിൻ്റെ മേലെ എക്സ്ട്രാ പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്രകാരമാണ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വി വിൽ സീ ലേറ്റർ. നമുക്ക് കാണാം, നമുക്കിത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞൊന്ന് മാത്രം ശ്രദ്ധിക്കുക. The ionic compound with non-stoichiometric defects are called Berthollet compounds. ഓർത്തിരിക്കുക, എൻട്രൻസിനൊക്കെ ചോദിച്ചാൽ പറയാൻ കഴിയണം. The ionic compounds with non-stoichiometric defects are called Berthollet compounds. നോൺ സ്റ്റോഷിയോമെട്രിക് സോളിഡ്സിന് ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്. നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. FeO. പക്ഷേ FeOയിൽ നോക്കൂ, 1:1 നിൽക്കുന്നത്. Fe 0.9401 അങ്ങനെയാണ് നിൽക്കുന്നത്. അടുത്തത് കോപ്പർ സൾഫൈഡ് നോക്കിയേ, CuS. CuSൽ Cu1S1 എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക. ദാറ്റ് ഈസ് 1:1 ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബട്ട് വന്നിരിക്കുന്നത് Cu 1.97 ആൻഡ് S1. കണ്ടല്ലോ, ഇവിടെ ആദ്യത്തെ എക്സാമ്പിള് FeOയിൽ Fe കുറവാണ്. അതായത് നമ്മൾ 100 ഓക്സിജന് 94 Fe ഉള്ളൂ, കുറവാണ്. പക്ഷേ രണ്ടാമത്തെ എക്സാമ്പിളിൽ Cu കൂടുതലാണ്. കണ്ടല്ലോ. മറ്റൊരു എക്സാമ്പിൾ VOX. X may vary from 0.6 to 1.3. ഓക്കെ, ഇതൊക്കെ നോൺ സ്റ്റോഷിയോമെട്രിക് സോളിഡ്സ് ആണ്. നമുക്ക് കൂടുതലായിട്ട് കാണാം. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് ആർ ഓഫ് 2 ടൈപ്സ്. നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഡിഫക്ട്സിന്റെ ക്ലാസിഫിക്കേഷൻ വളരെ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഇൻപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് വരുന്നത് എന്നുള്ളത്, കാറ്റഗറൈസ് ചെയ്ത് വരുന്നത് എന്നുള്ളത് നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് ആർ ഓഫ് 2 ടൈപ്സ്, വിച്ച് ആർ ദേ? മെറ്റൽ എക്സസ് ഡിഫക്ട്സ്, ദാറ്റ് ഈസ് പോസിറ്റീവ് അയോൺ ഇൻ എക്സസ്. Metal means positive ion here, in this case. And metal deficiency defect, that means negative ion in excess or cation deficiency is there. First category, metal excess defects. That is positive ions are in excess. Clear? There are 2 ways to form this type of defects. 2 തരത്തിലാണ് metal excess defect ഫോം ചെയ്യുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ, മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ആനയോൺ വേക്കൻസി. അതായത് കാറ്റയോൺ കൂടുതലാവുകയാണ്, അല്ലേ? മെറ്റൽ എക്സസ് മീൻസ് കാറ്റയോൺ കൂടുതലാവുകയാണ്. അപ്പോൾ കാറ്റയോൺ കൂടുതലാവാനുള്ള ഒന്നാമത്തെ കാരണം എന്താണ്? ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ആനയോണിന്റെ വേക്കൻസി വരിക, ആനയോണിന്റെ കുറവുണ്ടാവുക. ആൽക്കലി ഹാലൈഡ്സ് ലൈക്ക് NaCl ആൻഡ് KCl ഷോ ദിസ് ടൈപ്പ് ഓഫ് ഡിഫക്ട്സ്. ക്ലിയർ ആയല്ലോ? ആൽക്കലി ഹാലൈഡ്സ് എന്ന് പറഞ്ഞാൽ ആൽക്കലി മെറ്റൽ ഹാലൈഡ്സ്. ഏതൊക്കെ? സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ഇവയാണ് സാധാരണ മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ആനിയോൺ വേക്കൻസി കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നു നോക്കിയേ. വെൻ NaCl crystals are heated in an atmosphere of sodium vapor, sodium atoms are deposited on the surface of the crystal.
Clear ആയോ? You take a small spatula, nickel spatula or something, and take sodium chloride in it. That is white in color, you know. Heat this sodium chloride taken in the nickel spatula in the atmosphere of sodium vapor. That means before starting your experiment, you have to take a small piece of sodium and evaporate it. അല്ലേ? പരീക്ഷണം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കഷ്ണം സോഡിയം എടുക്കണം. ആ സോഡിയം എന്ത് ചെയ്യണം? വാം ചെയ്യണം. അങ്ങനെ സോഡിയം വേപ്പർ ഉണ്ടാക്കണം. അത്തരത്തിലുള്ള ഒരു സോഡിയം അറ്റ്മോസ്ഫിയറിലേക്ക്, സോഡിയം വേപ്പറിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ ഒരു നിക്കൽ സ്പാച്ചുലയിൽ എടുത്ത് വെക്കുന്നത്. അപ്പോഴെന്താ സംഭവിക്കുക? അപ്പോൾ സോഡിയം ആറ്റംസ് ആർ ഡെപ്പോസിറ്റഡ് ഓൺ ദ സർഫസ് ഓഫ് ദ ക്രിസ്റ്റൽ. ഈ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിൻ്റെ സർഫസിലൊക്കെ നാം വാം ചെയ്തുകൊണ്ടിരിക്കുന്ന സോഡിയം വേപ്പർ പറ്റിപ്പിടിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോഴെന്താ സംഭവിക്കുക? ദി ക്ലോറൈഡ് ആനയോൺസ് പ്രസന്റ് ഇൻ ദ sodium chloride crystals may break the bond with the Na plus ions and come to the surface of the crystal by diffusion. അപ്പോൾ ഈ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിലെ ബൾക്കിലെ ഉൾഭാഗത്തുള്ള NaCl ബോണ്ടുകൾ, അയോണിക് ബോണ്ട് പൊട്ടിയിട്ട് Cl മൈനസ് ആനയോൺ സർഫസിലേക്ക് വരും. സർഫസിലേക്ക് വന്നിട്ട് ആരുമായിട്ട് കമ്പൈൻ ചെയ്യും? പുതിയ സോഡിയം ആറ്റം അവിടെ നിൽക്കുന്നുണ്ട് അല്ലേ? പുതിയ സോഡിയം ആറ്റം. ഇത്ര നേരം കമ്പനി ആയിരുന്നത് ആരുമായിട്ടാണ്? പഴയ ഒരു Na+ഉമായിട്ടായിരുന്നു അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ പഴയ ഒരു Na+ഉമായിട്ട് കമ്പൈൻ ചെയ്ത് നിന്നിരുന്ന Cl- പുതിയ ഒരു Na കണ്ടപ്പോൾ, കുറേ സുന്ദരനും സുസ്മേരവദനും സുകുമാരകളേബരനും സുദൃഢനും ഒക്കെ ആയപ്പോൾ പച്ച സുന്ദരിയായ ക്ലോറിന് എന്ത് തോന്നി? Na+ഉമായിട്ടുള്ള ബോണ്ട് വിച്ഛേദിച്ചിട്ട് പുറത്തേക്ക് വരണമെന്ന് തോന്നി. കെമിയാട്ടം എന്ന നമ്മുടെ വീഡിയോ കാണണം. അതിൽ സോഡിയം ക്ലോറൈഡിൻ്റെ വിവാഹം നടക്കുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു വീഡിയോയാണ്, അത് കാണണം. അതൊരു ദൃശ്യാവിഷ്കാരമാണ് കെമിയാട്ടം. ഒഥല്ലോ എന്ന നാടകത്തിൻ്റെ, ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോ എന്ന നാടകത്തിൻ്റെയും പിന്നെ കളിയാട്ടം എന്ന ഫിലിമിൻ്റെയും ഒരു ട്രോൾ മോഡലുള്ള ഒരു വീഡിയോ ആയിരുന്നു. അതിൽ കൃത്യമായിട്ട് NaClൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ, അതായത് മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ആനിയോൺ വേക്കൻസിയുടെ അതേപോലത്തെ ഒരു ട്രോൾ വീഡിയോ പിന്നീട് ഇതിൻ്റെ പിന്നാലെ നമ്മൾ ഇടുന്നുണ്ട്, ഈ ചാനൽ ഇടുന്നുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ Na+ഉമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് Cl- പുറത്തേക്ക് വന്നു. ആ Cl- നോക്കുമ്പോൾ ആരുണ്ട് പുറത്ത്? വളരെ എനർജറ്റിക് ആയ അറ്റോമിക് ഫോമിലുള്ള വൈബ്രൻ്റ് ആയ റിയാക്ട് ചെയ്യാൻ ഇങ്ങനെ കാത്തു നിൽക്കുന്ന Na കണ്ടു. ക്ലിയർ? ഓക്കെ. അപ്പോൾ ആ Nയുടെ കൂടെ പോയി. അപ്പോൾ ഇത്രയും നേരം ആരുടെ കൂടെയായിരുന്നു? NaCl, Na+ൻ്റെ കൂടെയായിരുന്നു. ഇപ്പോൾ Nയുടെ കൂടെ പോയി. അങ്ങനെ Nയുടെ കൂടെ പോകുന്ന സമയത്ത് Na എന്ത് ചെയ്യണം? Na+ അയോൺ ആകണം അല്ലേ? എങ്കിലല്ലേ NaCl ഫോം ചെയ്യാൻ കഴിയൂ. ദാറ്റ് Na ആറ്റം മേ ലീവ് ഇറ്റ്സ് ഇലക്ട്രോൺ and that electron is also diffused into the vacancy of the anion and the electron is entrapped in the vacancy of Cl- ion. ഓക്കെ. അപ്പോൾ Cl- ion എവിടെ നിന്നാണോ വന്നത് അവിടെ ഒരു വേക്കൻസി ഉണ്ടാവും ക്രിസ്റ്റലിൽ. ആ ക്രിസ്റ്റൽ വേക്കൻസിയിലേക്ക് ഇപ്പോൾ സർഫസിലുള്ള Na ആറ്റം ഉപേക്ഷിക്കുന്ന ഇലക്ട്രോൺ വന്നിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോഴവിടെ മേലെ സർഫസിൽ എന്തൊക്കെ നടന്നത്? സർഫസിലേക്ക് എത്തപ്പെട്ട Cl- ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ട Na+ഉം കൂടിയിട്ട് എന്തുണ്ടായി? പുതിയ NaCl മോളിക്യൂൾ ഉണ്ടായി. അതേസമയം ബൾക്കിൽ എന്തുണ്ടായത്? Na+ അയോണിൻ്റെ കൂടെ നിന്നിരുന്ന Cl- അവിടുന്ന് പോയി അല്ലേ? തെറ്റിപ്പോയി. അങ്ങനെ പിണങ്ങിപ്പോയി. പോയപ്പോൾ അവിടെ ഉണ്ടായൊരു വേക്കൻസി ഉണ്ട്. ആരുടെ? Cl- അയോണിൻ്റെ വേക്കൻസി. ആ വേക്കൻസിയിലേക്ക് ഇപ്പോൾ ആര് വന്നു? ഇലക്ട്രോൺ വന്നിരുന്നു. ക്ലിയർ ആയല്ലോ? അപ്രകാരം ദ ഇലക്ട്രോൺ റിലീസ്ഡ് ബൈ Na ആറ്റംസ് diffuse into the crystal. The electrons released by Na atoms diffuse into the crystal and occupy the anion vacancy. These anionic sites occupied by unpaired electrons are called F centers. That is very, very important. ഏത് ആനയോൺ വേക്കൻസിയിലേക്കാണോ ഇലക്ട്രോൺ വന്ന് ട്രാപ്പ് ചെയ്യപ്പെടുന്നത്, ഇലക്ട്രോൺ വന്ന് ഒക്യുപ്പൈ ചെയ്യപ്പെടുന്നത്, അപ്രകാരം ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന ആനയോൺ സൈറ്റുകളെ, ആനയോണിൻ്റെ വേക്കൻ്റ് സൈറ്റുകളെ പറയുന്ന പേരാണെന്ത്? എഫ് സെൻറ്റേഴ്സ്. എഫ് മീൻസ് ഫാർ ബേ. ഫാർ ബേ മീൻസ് കളർ. So F center is arised from the word, German word Farbenseiter. That means color. ക്ലിയർ ആയോ? ഈ പ്രോസസ്സിലൂടെ സോഡിയം ക്ലോറൈഡ് കടന്നു പോകുമ്പോൾ സോഡിയം ക്ലോറൈഡിന് എന്ത് കളർ വരും? മഞ്ഞ നിറം വരും. യെല്ലോ കളർ ഈസ് ഡെവലപ്ഡ് ഇൻ സോഡിയം ക്ലോറൈഡ്. അപ്പോൾ എന്താണ് എഫ് സെന്റർ എന്ന് മനസ്സിലായോ? അതിൻ്റെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിയേ. ഇലക്ട്രോൺ ഈസ് എൻട്രാപ്ഡ് ഇൻ ദ വേക്കൻസി ഓഫ് ദ ആനയോൺ. കണ്ടല്ലോ? അപ്പോൾ ഇലക്ട്രോൺ ഈസ് എൻട്രാപ്ഡ്. സോ
സോ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലാണ് കാണുന്നത്, അതിൽ ഒരു ഇലക്ട്രോൺ എൻട്രാപ്പ് ചെയ്തിരിക്കുന്നു. അത് നമുക്ക് ഡയഗ്രമാറ്റിക് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എക്സാമിനൊക്കെ ഡയഗ്രമാറ്റിക് ആയിട്ട് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ A+B- എന്നൊരു ക്രിസ്റ്റൽ, അതിൽ നോക്കിയേ ഒരു B- വാനിഷ് ചെയ്തു, അവിടുന്ന് പോയിരിക്കുന്നു. അത് പോയ ആ വേക്കൻസിയിൽ എന്തുണ്ട്? ഒരു ഇലക്ട്രോൺ ഉണ്ട്. ദാറ്റ് ഇലക്ട്രോൺ എൻട്രാപ്ഡ് ഇൻ ദ വേക്കൻസി ഓഫ് ആനയോൺ ഈസ് കോൾഡ് F center. Clear? The color is due to what? What is the reason for the color generation? Color is due to the excitation of electrons in the F center. കളർ റൈസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളം പഠിച്ചിട്ടുണ്ട്, ഇനി പഠിക്കാനുണ്ട്. നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കും. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒരു കളർ ജനറേഷൻ നടക്കുന്നത് എപ്പോഴാണ്? വൈറ്റ് ലൈറ്റിൽ, വിസിബിൾ ലൈറ്റിലെ പ്രത്യേക ഫ്രീക്വൻസീസിനെ ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. ആ സമയത്താണ് കളർ ജനറേഷൻ ഉണ്ടാവുക. വി വിൽ സീ ലേറ്റർ. ഓക്കെ, ദെൻ ലിസൺ. ഇത് സോഡിയം ക്ലോറൈഡ് മാത്രമാണോ ഇത്തരത്തിൽ കളർ കാണിക്കുന്നത്, അല്ലെങ്കിൽ എഫ് സെൻറ്റർ ഫോർമേഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോൺ വേക്കൻസി കാണിക്കുന്നത് സോഡിയം ക്ലോറൈഡ് മാത്രമാണോ? അല്ല. അതുപോലെ ലിഥിയം ക്ലോറൈഡും ഈ തരത്തിലുള്ള ഡിഫക്റ്റ് കാണിക്കുന്നുണ്ട്, നോൺ സ്റ്റോഷിയോമാറ്റിക് ഡിഫക്റ്റ്. ലിഥിയം ക്ലോറൈഡ് ലിഥിയം വേപ്പറിൽ ചൂടാക്കുന്ന സമയത്ത് പിങ്ക് കളർ റൈസ് ചെയ്യും. അതുപോലെ പൊട്ടാസ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ് പൊട്ടാസ്യം വേപ്പറിൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് കളർ ഡെവലപ്പ് ചെയ്യും? വയലറ്റ് കളർ ഓർ ലൈലാക്ക് കളർ ഡെവലപ്പ് ചെയ്യും. ഇത്രയും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഐ തിങ്ക് നൗ യു ഗോട്ട് ദ കൺസെപ്റ്റ് ഓഫ് metal excess defect due to anion vacancy. It is a non-stoichiometric defect. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. വാട്ട് ഇസ് ദാറ്റ്? എഫ് സെൻറ്റർ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. മെറ്റൽ എക്സസ് ഡിഫക്റ്റിന് രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ആനയോണിൻ്റെ വേക്കൻസി, രണ്ടാമത്തത് എക്സ്ട്രാ കാറ്റയോൺ ഇൻഡസ്ട്രിഷ്യൽ സൈറ്റിലേക്ക് വരിക. അപ്പം മെറ്റൽ എക്സസ് ആവണം. മെറ്റൽ എക്സസ് ആവാനുള്ള രണ്ടാമത്തെ റീസൺ ആണ് എന്ത്? എക്സ്ട്രാ കാറ്റയോൺ വരിക, എക്സസ് കാറ്റയോൺ വരിക. അതെങ്ങനെയാണ് വരുന്നത് നോക്കാം. നമുക്ക് നല്ലൊരു എക്സാമ്പിൾ നോക്കണം. ഇവിടെ സിങ്ക് ഓക്സൈഡ് ആണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. സിങ്ക് ഓക്സൈഡ് ഈസ് വൈറ്റ് ഇൻ കളർ, ഇറ്റ് ഇസ് എ വൈറ്റ് പിഗ്മെന്റ്, ബട്ട് ഓൺ ഹീറ്റിംഗ് ഇറ്റ് ലോസസ് ഓക്സിജൻ ആൻഡ് ടേൺസ് യെല്ലോ. ചൂടാക്കുന്ന സമയത്ത് സിങ്ക് ഓക്സൈഡ് എന്ത് ചെയ്യും? ഓക്സിജനെ കളഞ്ഞിട്ട് മഞ്ഞ നിറത്തിലേക്ക് മാറും. അപ്പോൾ സിങ്ക് ഓക്സൈഡ് ഒരു മോളിക്കൂളാണ് ഇവിടെ ഉണ്ടാവുക, അല്ല കോടിക്കണക്കിന് മോളിക്യൂൾസ് ഉണ്ടാവില്ലേ? ഒരു വലിയ ക്രിസ്റ്റലാണ്, സോളിഡ് ഫോം ആണ്. സോളിഡ് ഫോമിൽ ധാരാളം സിങ്ക് ഓക്സൈഡ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ചില ഓക്സൈഡ് അയോൺസ് ആണ് ഇങ്ങനെ മാറ്റപ്പെടുന്നത്. എന്നിട്ട് മൊത്തത്തിലാണ് ക്രിസ്റ്റലിന് എന്ത് കളർ വരുന്നത്? സോളിഡിന് എന്ത് കളർ വരുന്നത്? യെല്ലോ കളർ വരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം അവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം. ആക്ച്വലി ഇറ്റ് ഈസ് എ റിവേഴ്സിബിൾ പ്രോസസ്. ഓക്കെ, സിങ്ക് ഓക്സൈഡ് ഓൺ ഹീറ്റിംഗ് വാട്ട് ഹാപ്പൻ? സിങ്ക് ഓക്സൈഡ് ഈസ് കൺവേർട്ടഡ് ടു Zn2+, then half O2 plus 2 electron. Half O2 means oxygen atom. That oxygen atom may combine with another oxygen atom to form O2 molecule that may be released from the crystal. അത് സംഭവിക്കാം. അങ്ങനെ ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നിട്ട് ഓക്സിജൻ മോളിക്യൂളായിട്ട് ചിലപ്പോൾ ക്രിസ്റ്റലിൽ നിന്ന് പോകാം, അങ്ങനെയും സംഭവിക്കാം. പക്ഷേ ഒരു കാര്യം, ഈ സിങ്ക് 2+ ആയി അതുപോലെ 2 ഇലക്ട്രോണുമായി മാറുന്ന ഈ പ്രോസസ്സ് ചിലപ്പോൾ റിവേഴ്സിബിൾ ആകാം. അങ്ങനെ അതിനും പോസിബിലിറ്റി ഉണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ Zn2+ എക്സസ് വരികയാണ്. ഈ Zn2+ എക്സസ് വരുന്നത് കൊണ്ടാണ് ഈ ഡിഫക്റ്റിന്റെ പേരെന്ത്? മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന്. Zn2+ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിഷ്യൽ സൈറ്റിലേക്ക് മാറി നിൽക്കും. എക്സസ് വരുന്ന Zn2+ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിഷ്യൽ സൈറ്റിലേക്ക് മാറും. അങ്ങനെ ഇൻഡസ്ട്രിയൽ സൈറ്റിലേക്ക് Zn2+ കാറ്റയോൺ എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കൂടെ തൊട്ടടുത്ത നൈബറിംഗ് ഇൻഡസ്ട്രിയൽ സൈറ്റിലേക്ക് ആര് വരും? ഇലക്ട്രോൺസും വരും. അങ്ങനെ കാറ്റയോൺസും ഇലക്ട്രോൺസും ഇൻഡസ്ട്രിയൽ സൈറ്റിലേക്ക് എത്തപ്പെടുകയാണ്. നൗ ദർ ഈസ് എക്സസ് ഓഫ് Zn ഇൻ ദ ക്രിസ്റ്റൽ ആൻഡ് ദ ഫോർമുല ബിക്കംസ്. അപ്പോൾ ഫോർമുല എങ്ങനെയായി മാറുന്നു പറയാമോ? ഇപ്പോൾ സിങ്ക് കൂടുതലാണ് അല്ലേ? നൗ ദർ ഈസ് excess Zn in the crystal and its formula becomes. Can you predict formula എങ്ങനെയായിരിക്കും? Zn2+ കൂടുതലല്ലേ? Zn2+ കൂടുതലാകുമ്പോൾ ഫോർമുല എങ്ങനെ വരും? Zn1+xO എന്ന് വരും. 1 എന്ന് പറഞ്ഞാൽ Zn1 ആയിരുന്നു, ഇപ്പോൾ ഒരു Zn2+ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഫോർമുല ബിക്കംസ് Zn1+xO. ഓക്കെ, യെസ്. നാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് ആണ്. അതിൽ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് കഴിഞ്ഞിരിക്കുന്നു. സോ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുക. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോൺ വേക്കൻസി. സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ലിഥിയം ക്ലോറൈഡ്, ഇതൊക്കെ എക്സാമ്പിൾസ് ആയി നമ്മൾ കണ്ടു. അടുത്തത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു എക്സസ് കാറ്റയോൺസ് ആയിരുന്നു, അഥവാ എക്സ്ട്രാ കാറ്റയോൺസ്. ZnO സിങ്ക് ഓക്സൈഡ് എക്സാമ്പിൾ എടുത്ത് നമ്മൾ കണ്ടു. നന്നായിട്ട് പഠിച്ചു വെക്കുക. അടുത്തത് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിലെ രണ്ടാമത്തെ കാറ്റഗറി, ദാറ്റ് ഈസ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്ട്സ്. ആദ്യത്തെ കാറ്റഗറി മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആയിരുന്നു. രണ്ടാമത്തെ കാറ്റഗറി മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്ട്സ്. സോ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഈസ് ഡ്യൂ ടു 2 റീസൺസ്. 2 കാരണങ്ങൾ കൊണ്ടാണ് ഡെഫിഷ്യൻസി ഉണ്ടാവുക അല്ലേ? കാറ്റയോണിൻ്റെ എണ്ണം കുറയുന്നതിന് 2 കാരണങ്ങൾ ഉണ്ടാകും. ഒന്ന് കാറ്റയോൺ വേക്കൻസി, കാറ്റയോണിൻ്റെ എണ്ണം കുറയുക, കാറ്റയോൺ അവിടെ നിന്ന് മൂവ് ചെയ്ത് പോവുക, കാറ്റയോൺ നഷ്ടപ്പെടുക, കാറ്റയോൺ വേക്കൻസി. പക്ഷേ അതേ സമയത്തോ ആനയോൺ എക്സസ് ആയാലും എന്ത് സംഭവിക്കാം? മെറ്റൽ ഡെഫിഷ്യൻസി ഉണ്ടാക്കാം. അപ്പം ആനയോൺ എക്സസ് വരുന്നത് ഒരു വളരെ റെയർ കാറ്റഗറിയാണ്. വി വിൽ സി ലേറ്റർ. ടേക്ക് ദ ഫസ്റ്റ് വൺ, ദറ്റ് ഈസ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്ട് ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി. കാറ്റയോണിൻ്റെ വേക്കൻസി കൊണ്ടുണ്ടാകുന്ന മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ആണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്.
Many solids contain less amount of metal as compared to the stoichiometric proportion. Stoichiometric proportion എന്താണ്? 1:1 ആണെങ്കിൽ 1:1 ആയിരിക്കും, 1:2 ആണെങ്കിൽ 1:2 അല്ലേ? കാൽസ്യം ക്ലോറൈഡിൽ ഇപ്പോൾ 1:2 ആണ്, സോഡിയം ക്ലോറൈഡിൽ 1:1 ആണ്. സ്റ്റോഷ്യോമെട്രി കീപ്പ് ചെയ്യാത്ത, ഒബേ ചെയ്യാത്ത സോളിഡ്സിനെ പറ്റി നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയുള്ള ധാരാളം സോളിഡ്സ് ഉണ്ട്. മെനി സോളിഡ്സ് കണ്ടെയ്ൻ ലെസ് എമൗണ്ട് ഓഫ് മെറ്റൽ. മിക്കവാറും എല്ലാ കേസിലും മെറ്റലിൻ്റെ എണ്ണം കുറവായിരിക്കും. നമ്മൾ നേരത്തെ കണ്ടില്ലേ, FeO ഒരു എക്സാമ്പിളായിട്ട് കണ്ടില്ലേ. അപ്പോൾ FeOയിൽ എങ്ങനെയാണ് കണ്ടിരുന്നത് നമ്മൾ? 0.94 എന്നല്ലേ പറഞ്ഞത് അല്ലേ? അതുപോലെ അപ്പോൾ ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഇത് FeO. FeOയിൽ Feയുടെ അളവ് കുറവാണ്, ഓക്സിജനെ അപേക്ഷിച്ച് Fe2+ൻ്റെ അളവ് കുറവാണ്. അപ്പോൾ അതിൻ്റെ കോമ്പോസിഷൻ എന്താണെന്ന് പറയാമോ? സാധാരണഗതിയിൽ Fe 0.95, 0.94 ഒക്കെയാണ് വരിക. അപ്പോൾ ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുന്നത് Fe 0.95O. അതിനർത്ഥം എന്താണ്? 100 ഓക്സിജന് 95 Fe ഉള്ളൂ. ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് 1:1 ആണ് അല്ലേ? അപ്പോൾ മോളിക്കുലർ ഫോമുല ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 1:1 ആണ്. പക്ഷെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ കാണുന്നത് 1:1 ഇല്ല, 0.95:1 ഉള്ളൂ. ഓക്കെ, അത്തരത്തിലുള്ള സോളിഡ്സിനെയാണ് എന്ത് പറയുക? നോൺ സ്റ്റോഷ്യോമെട്രിക് സോളിഡ്സ് എന്ന് പറയുക. ഓക്കെ, ഇനി നോക്കുക, അതിനൊരു റേഞ്ച് ഉണ്ട്. ഒരു റേഞ്ചിലാണ് ഇത് നിൽക്കുന്നത്. Fe 0.93 മുതൽ 0.96 വരെ വരാറുണ്ട് സാധാരണ. അപ്പോൾ നമ്മൾ അതിലൊരു എക്സാമ്പിൾ ഏതെടുത്തേ ഉള്ളൂ? Fe 0.95O എടുത്തേ ഉള്ളൂ. സാധാരണ ഗതിയിൽ ദർ ഇസ് എ റേഞ്ച്, ദറ്റ് ഈസ് Fe 0.93O to Fe 0.96O. ഓക്കെ, ലിസൺ. ഇവിടെ നമ്മൾ ക്രിസ്റ്റൽ നോക്കിയാൽ കാണാൻ കഴിയുന്നത് ഒരു Fe2+ നഷ്ടപ്പെട്ടിരിക്കുന്നു, കാറ്റയോൺ വേക്കൻസി ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഒരു കാറ്റയോൺ പോയി, ദാറ്റ് മീൻസ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. ഒരു Fe2+ പോയി, അല്ലെങ്കിൽ ഒരു കാറ്റയോൺ പോയി. ഇവിടെ ഏതാണ് കാറ്റയോൺ? A+ ആണ് കാറ്റയോൺ. ആ A+ പോയപ്പോൾ ഒരു പോസിറ്റീവ് ചാർജിൻ്റെ കുറവുണ്ടായില്ലേ? ദാറ്റ് മീൻസ് ഒരു നെഗറ്റീവ് ചാർജ് എക്സസ് ആയിരിക്കും. ആ നെഗറ്റീവ് ചാർജിനെ ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യുന്നറിയോ? തൊട്ടടുത്തുള്ളൊരു കാറ്റയോണിൻ്റെ ചാർജ് ഡബിളായി അല്ലേ? അപ്പോൾ അത് A+ ആയിരുന്നത് ഇപ്പം എന്ത് വന്നു? A2+ എന്ന് വരും. അതായത് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് വരും, അല്ലെങ്കിൽ കാറ്റയോണിൻ്റെ ചാർജ് കൂടും, കാറ്റയോണിൻ്റെ ചാർജ് ഉയരും. അങ്ങനെ കാറ്റയോണിൻ്റെ ചാർജ് ഉയർന്നുകൊണ്ട് നെഗറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യും. കണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരു നോക്കിയ A+ പോയിരിക്കുമ്പോൾ A2+ ആയി മാറിയിരിക്കുകയാണ്. ഹിയർ വൺ ഓഫ് ദി പ്ലസ് അയോൺസ് മേ ബി മിസ്സിംഗ് ഫ്രം ഇറ്റ്സ് ലാറ്റിസൈഡ്സ് ആൻഡ് ദ എക്സ്ട്രാ നെഗറ്റീവ് ചാർജ് ഈസ് ബാലൻസ്ഡ് ബൈ റൈസിംഗ് ദ പോസിറ്റീവ് ചാർജ് ഓഫ് റിക്വയർഡ് നമ്പർ ഓഫ് അഡ്ജസൻറ്റ് കാറ്റയോൺസ്. ക്ലിയർ ആയല്ലോ? ഒരു പോസിറ്റീവ് ചാർജ് മിസ്സിംഗ് വന്നാൽ എക്സ്ട്രാ നെഗറ്റീവ് ചാർജ് കൊണ്ടുണ്ടാവുന്ന ആ ഇംബാലൻസ് ക്യാൻസൽ ചെയ്യാൻ, അതായത് ആ എക്സ്ട്രാ നെഗറ്റീവ് ചാർജിനെ ബാലൻസ് ചെയ്യാൻ എത്ര പോസിറ്റീവ് ചാർജ് ആവശ്യമുണ്ടോ അത്രയും പോസിറ്റീവ് ചാർജ് അഡ്ജസൻറ്റ് കാറ്റയോൺസ് റൈസ് ചെയ്യും, എക്സ്ട്രാ റൈസ് ചെയ്യും. അതായത് +1 ആയിരുന്നവരൊക്കെ +2 ആകാം, അതുപോലെ +2 ആയിരുന്ന ആൾ ചിലപ്പോൾ എന്താകാം? +3 ആകാം. ദാറ്റ് മീൻസ് അഡ്ജസൻറ്റ് കാറ്റയോൺസിൻ്റെ ചാർജ് റൈസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ എക്സ്ട്രാ നെഗറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്തതിനെ ക്യാൻസൽ ചെയ്യും. ഓക്കെ, ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്. നമുക്കറിയാം കോമ്പൗണ്ട്സ് ഓഫ് മെറ്റൽസ് വിച്ച് ക്യാൻ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ നമ്പർ ക്യാൻ ഷോ ദിസ് ടൈപ്പ് ഓഫ് ഡിഫക്ട്സ്. വേരിയബിൾ ഓക്സിഡേഷൻ നമ്പർ ഉണ്ടെങ്കിൽ ഇത് നടക്കുള്ളൂ, അല്ലെങ്കിൽ നടക്കൂല അല്ലേ? ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കോമ്പൗണ്ട്സ് ആണ് ഇത്തരത്തിലെ ഡിഫക്ട്സ് കൂടുതൽ കാണിക്കുന്നത്. അതായത് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്ട് ഡ്യൂ ടു വേക്കൻസി ഓഫ് കാറ്റയോൺസ് കൂടുതലും കാണിക്കുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കോമ്പൗണ്ട്സ് ആണ്. ഏറ്റവും നല്ല എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? FeO, FeS ആൻഡ് NiO. ഇതെല്ലാം നോൺ സ്റ്റോഷ്യോമെട്രിക് ആണ്. അതിൽ നമുക്ക് FeO എടുത്തു കഴിഞ്ഞാൽ എന്ത് കാണാം? ഒരു Fe2+ പോയെന്ന് വിചാരിക്കുക. അത് ചിത്രത്തിൽ നോക്കുക. അത് ഒരു കാറ്റയോൺ പോകുന്നു, അത് Fe2+ ആണെന്ന് വിചാരിക്കുക. കണ്ടല്ലോ, കാറ്റയോൺ പോകുന്നു, അതായത് Fe2+ പോകുന്നു. നോക്കൂ, ഫിഗറിൽ നോക്കൂ, ഫിഗറിൽ ഒരു Fe2+ പോകുന്നു. അങ്ങനെ Fe2+ പോകുന്ന സമയത്ത് 2 +2 ചാർജ് ഇപ്പോൾ പോയിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോൾ 2 മൈനസ് ചാർജ്, 2 മൈനസ് ചാർജ് ഇപ്പോൾ എക്സസ് ആയിരിക്കും. കാരണം FeO ആണ് ക്രിസ്റ്റൽ, അതിൽ O2- Fe2+ ആണല്ലോ അയോൺസ്. അപ്പോൾ അതിൽ O2- ഇപ്പോൾ എക്സസ് ആയിരിക്കും, ഒരു O2- എക്സസ് ആയിരിക്കും. അപ്പോൾ ആ മൈനസ് ചാർജിനെ ക്യാൻസൽ ചെയ്യാൻ തൊട്ടടുത്തുള്ള 2 Fe2+ അയോൺസ് എന്ത് ചെയ്യും? Fe3+ അയോൺസ് ആയിട്ട് മാറും. അങ്ങനെയാണ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റിൻ്റെ നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ? കാറ്റയോൺ മിസ്സാകുന്നു. കാറ്റയോൺ മിസ്സാകുമ്പോൾ പോസിറ്റീവ് ചാർജും മിസ്സാകുന്നുണ്ട്. ദാറ്റ് മീൻസ് നെഗറ്റീവ് ചാർജ് ഇപ്പോൾ എക്സസ് ആയിരിക്കും. ആ നെഗറ്റീവ് ചാർജിനെ ക്യാൻസൽ ചെയ്യാൻ തൊട്ടടുത്തുള്ള കാറ്റയോൺസ് എന്ത് ചെയ്യും? അവരുടെ ഓക്സിഡേഷൻ നമ്പർ റൈസ് ചെയ്യും, പോസിറ്റീവ് ചാർജ് റൈസ് ചെയ്യും. എത്രയാണോ ആവശ്യം, ക്യാൻസൽ ചെയ്യാൻ എത്ര ചാർജ് വേണമോ അത്രയും റൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ന്യൂട്രലൈസ് ചെയ്യും. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്ട്സ്. ഇനി നോൺ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റിലെ അവശേഷിക്കുന്നത് ഏതാണ്? മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്ട് ഡ്യൂ ടു എക്സ്ട്രാ ആനയോൺ. അത് വളരെ റെയർ ആണ്, കാരണം ആനയോണിൻ്റെ സൈസ് കാറ്റയോണിൻ്റെ സൈസിനേക്കാൾ കൂടുതലായതുകൊണ്ട് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്ക് ആനയോൺ വരുന്ന കേസ് വളരെ റെയർ ആണ്. യു ഹാവ് ടു ചെക്ക് ദ എക്സാമ്പിൾ.
ഇപ്പോൾ നമ്മൾ പോയിന്റ് ഡിഫക്ട്സിലെ സെക്കൻഡ് കാറ്റഗറി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ദറ്റ് ഈസ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. സോ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 കാറ്റഗറിയാണ് ഉണ്ടായിരുന്നത്. ഒന്ന് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്, 2 മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. രണ്ടും നന്നായിട്ട് പഠിച്ചു വെക്കുക. അതിന് എക്സാമ്പിൾസൊക്കെ നന്നായി പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചാനലിലൂടെ ചോദിക്കാം. ധാരാളം കുട്ടികൾ ചാനലിൽ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, പേഴ്സണലായിട്ട് ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചാനലിലൂടെയോ പേഴ്സണലായി ഫോൺ വിളിച്ചോ സംശയങ്ങൾ ചോദിക്കാം, ഉത്തരങ്ങൾ പറഞ്ഞു തരാം. നെക്സ്റ്റ് പോയിന്റ് ഡിഫക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഡിഫക്റ്റാണ്, തേർഡ് കാറ്റഗറിയാണ്, ദറ്റ് ഈസ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. സാധാരണ ക്രിസ്റ്റലിൽ കാണുന്ന കാറ്റോൺസിന് പകരം ചിലപ്പോൾ മറ്റ് കാറ്റോൺസ് വരാം. ഒരു എക്സാമ്പിൾ, മോൾട്ടൻ NaCl കണ്ടെയ്നിങ് എ സ്മോൾ എമൗണ്ട് ഓഫ് സ്ട്രോൺഷ്യം ക്ലോറൈഡ് SrCl2. സ്ട്രോൺഷ്യം ക്ലോറൈഡ് ചിലപ്പോൾ ഇംപ്യൂരിറ്റി ആയിട്ട് വരാം. അപ്പോൾ സോഡിയം ക്ലോറൈഡ് ഉപ്പ്, കറി ഉപ്പ്, സോഡിയം ക്ലോറൈഡ് മോൾട്ടൻ ഫോമിൽ എടുക്കുന്ന സമയത്ത് ചിലപ്പോഴതിൽ സ്ട്രോൺഷ്യം ക്ലോറൈഡ് ഒരു ഇംപ്യൂരിറ്റി ആയിട്ട് വന്നെന്ന് വിചാരിക്കുക. അത്തരം കേസിൽ Na+ അയോൺസിനെ ആര് റീപ്ലേസ് ചെയ്യും? Sr2+ അയോൺസ് റീപ്ലേസ് ചെയ്യും. ശരിയല്ലേ? സോഡിയം ക്ലോറൈഡിലെ കാറ്റോൺസ് ഏതാണ്? Na+ ആണ്. ആ സോഡിയം ക്ലോറൈഡിലെ Na+ കാറ്റോൺസിനെ ചിലപ്പോൾ സ്ട്രോൺഷ്യത്തിൻ്റെ അയോൺസ്, സ്ട്രോൺഷ്യം 2+ അയോൺസ് എന്ത് ചെയ്യാം? റീപ്ലേസ് ചെയ്യാം. അങ്ങനെ റീപ്ലേസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ Na+ൽ +1 ആണ് ചാർജ് അല്ലേ? പക്ഷേ സ്ട്രോൺഷ്യം 2+ലോ +2 ആണ് ചാർജ്. അതായത് ഒരു സ്ട്രോൺഷ്യം 2+ അയോണിന് 2 Na+നെ എന്ത് ചെയ്യാൻ പറ്റും? റീപ്ലേസ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് 1 Sr2+ അയോൺ ക്യാൻ റീപ്ലേസ് 2 Na+ അയോൺസ്. കണ്ടല്ലോ ചിത്രത്തിൽ നോക്കൂ. അപ്പോൾ ചിത്രത്തിൽ നമുക്കത് കാണാൻ പറ്റുന്നത് ഒരു സ്ട്രോൺഷ്യം ഉണ്ടോ, ഓറഞ്ച് നിറത്തി വന്നിരിക്കുന്നുണ്ട് അല്ലേ? ഒരു സ്ട്രോൺഷ്യം 2+ എന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന Na+നെ നീക്കിയിട്ടുണ്ട്. പിന്നെ താഴെ കണ്ടോ ഒരു വേക്കൻറ്റ് സ്പേസ്, ഒരു ബോൾ പോലെ, ദാറ്റ് മീൻസ് ഒരു സ്ഫിയർ പോലെ കാണുന്നില്ലേ? അവിടുത്തെ Na+നെ മാറ്റിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഒരു സ്ട്രോൺഷ്യത്തിന് 2 Na+നെ നീക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ? ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വേക്കൻസി ആരുടെ ആയിരിക്കും? നേരത്തെ ഉണ്ടായിരുന്ന Na+ൻ്റെ വേക്കൻസിയാണ്. ശരിയല്ലേ? അപ്പം അങ്ങനെയുള്ള എത്ര വേക്കൻസികൾ ഉണ്ടായിട്ടുണ്ടെന്ന് എങ്ങനെ കണ്ടെത്താം? എത്ര Sr2+ ആണോ അവിടെ വന്നത് അത്രയും കാറ്റോണിക് വേക്കൻസി ഉണ്ടായിട്ടുണ്ടാവും. നമുക്ക് ചിത്രം ഒന്നുകൂടി നോക്കാം. നോക്കൂ, ഒരു Sr2+ വന്നപ്പോൾ ഒരു വേക്കൻസി ഉണ്ടായി. ശരിയല്ലേ? മറ്റൊരു Sr2+ കൂടി വരുന്ന സമയത്തോ 2 Sr2+ ആയി. അപ്പോൾ 2 Sr2+ വരുമ്പോൾ 4 Na+നെ മാറ്റിയിട്ടുണ്ടാവും. അതിൽ 2 Na+ൻ്റെ സ്ഥാനത്ത് 2 Sr2+ ഇരിക്കും. പക്ഷേ 2 വേക്കൻസീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? ദാറ്റ് മീൻസ് ദ നമ്പർ ഓഫ് കാറ്റയോണിക് വേക്കൻസീസ് റിമെയിൻഡ് ആർ ഈക്വൽ ടു ദി നമ്പർ ഓഫ് Sr2+ അയോൺസ്. എത്ര കാറ്റോണിക് വേക്കൻസീസ് അവശേഷിക്കുന്നു എന്നുള്ളത് എന്തിന് തുല്യമായിരിക്കും? എത്ര Sr2+ അതിലേക്ക് വന്നു എന്നതിന് തുല്യമായിരിക്കും. ഇതുപോലെ മറ്റ് എക്സാമ്പിൾസും ധാരാളം നമുക്ക് കാണാൻ കഴിയും. ഇംപ്യൂരിറ്റി ഡിഫക്ട്സിന് ധാരാളം നല്ല എക്സാമ്പിൾസ് ഉണ്ട്. മറ്റൊരു എക്സാമ്പിളാണ് സിൽവർ ക്ലോറൈഡിലേക്ക് കാഡ്മിയം ക്ലോറൈഡ് ചേർത്താൽ എന്ത് സംഭവിക്കും? ഇതേപോലെ തന്നെയാണ് Ag+ അയോണിന് പകരം അവിടെ ആര് കയറിയിരിക്കും? Cd2+ അയോൺസ് കയറിയിരിക്കും. അപ്പോഴെന്താ സംഭവിക്കുക? Cd2+ൻ്റെ ഒരു അയോണിന് 2 Ag+നെ റീപ്ലേസ് ചെയ്യാൻ കഴിയും. നേരത്തെ നമ്മൾ കണ്ട അതേപോലെ തന്നെ വരും. സോ ഡിഫക്ട്സ് ആർ ഓവർ നൗ. അപ്പോൾ നമ്മൾ ഇംപെർഫെക്ഷൻസ് വളരെ ഭംഗിയായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മെറ്റൽ എക്സസ് ഡിഫക്റ്റും ഷോർട്ട് കീ ഡിഫക്റ്റും തമ്മിൽ സം ഡിഫറൻസ് ആർ ദർ ബിറ്റ്വീൻ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആൻഡ് ഷോർട്ട് കീ ഡിഫക്ട്സ്. നോക്കിയേ, മെറ്റൽ എക്സസ് ഡിഫക്റ്റിൽ ഹോൾ ഈസ് ക്രിയേറ്റഡ് ഡ്യൂ ടു ദ മിസ്സിംഗ് ഓഫ് ആൻ ആനയോൺ from its lattice side. പക്ഷേ ഷോർട്ട് കീ ഡിഫക്റ്റിൽ പെയർ ഓഫ് ഹോൾസ് ഈസ് ക്രിയേറ്റഡ് ഡ്യൂ ടു മിസ്സിംഗ് ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ഫ്രം ദർ ലാറ്റിസ് സൈഡ്സ്. ക്ലിയർ അല്ലേ? ഇനി മെറ്റൽ എക്സസ് ടൈപ്പ് ഡിഫക്റ്റിൽ ഹോൾ കണ്ടെയ്ൻ ഫ്രീ ഇലക്ട്രോൺസ്, അതിനാണ് നമ്മൾ F സെൻറ്റർ എന്ന് പറഞ്ഞത്, ഓർമ്മയുണ്ട്. പക്ഷേ ഷോർട്ട് കീ ഡിഫക്റ്റിൽ ഹോൾസ് ആർ ഫ്രീ, ഹോൾസിലൊന്നുമില്ല, അത് ശൂന്യസ്ഥലം തന്നെയാണ്. ഇതുപോലെ നമുക്ക് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു എക്സസ് കാറ്റയോൺസും ഫ്രങ്കൽ ഡിഫക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് പറയാം. അപ്പം മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു എക്സസ് കാറ്റയോണിൽ ഹോൾസ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഫ്രങ്കൽ ഡിഫക്റ്റിൽ എന്തുണ്ടാവുന്നുണ്ട്? ഹോൾസ് ഉണ്ടാവുന്നുണ്ട്. ഇനി ഇൻഡസ്ട്രീഷ്യൽ ഇലക്ട്രോൺസ് ഇല്ലേ? മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു എക്സസ് കാറ്റയോൺസിലെ ഇൻഡസ്ട്രീഷ്യൽ ഇലക്ട്രോൺസ് ഇല്ലേ? എക്സാമ്പിൾ ZnO ഓർക്കുക, Zn2+ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്ക് വരുന്നുണ്ട്, ഇലക്ട്രോൺസും ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഫ്രങ്കൽ ഡിഫക്റ്റിൽ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ എന്തേ ഉള്ളൂ? കാറ്റോൺസ് മാത്രമേ ഉള്ളൂ, എന്തില്ല? ഇലക്ട്രോൺസ് ഇല്ല. അപ്പോൾ ഈ ഡിഫറൻസ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. നൗ ദ ഡിഫക്ട്സ് ആർ ഓവർ. സോ സ്റ്റോഷിയോമെട്രിക് ആൻഡ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് കഴിഞ്ഞിരിക്കുന്നു. നന്നായി പഠിക്കുക. ഈ ഭാഗം എക്സാമിനേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാം. ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഉണ്ടാവില്ല. വളരെ ശ്രദ്ധിക്കുക, നന്നായി പഠിക്കുക. സോ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. സബ്സ്ക്രൈബ് ദ ചാനൽ SPCL Bond. താങ്ക് യു.